Hey all, welcome back to Motoholic 390. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ റൗണ്ട് ഓഫ് കച്ച് ഓർ റോഡ് ഓഫ് ഹെവൻ എന്നൊക്കെ പറയും, വൈറ്റ് ഡെസേർട്ട് ഓഫ് ഗുജറാത്ത്. നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയുടെ ഇൻട്രോ ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങാമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് തുടങ്ങിയതാണ് ഗൈസ് ഇവിടെ വെച്ചിട്ട്. നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്സൽമീറിലോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക, പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഭുജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കച്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ യാത്ര ജയ്സൽമീർ. ഓക്കെ, അപ്പൊ ജയ്സൽമീറിന്റെ വിശേഷങ്ങളും അവിടേക്കുള്ള യാത്രാ വിശേഷങ്ങളും POV ഒക്കെ ആയിട്ട് കുറച്ച് കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ. കച്ചിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. ഇവിടെ വഴിയില് ഒരു ട്രെയിലർ മറിഞ്ഞെടുക്കുന്നുണ്ട് ഗൈസ്. ഇതൊരു സംഭവം മറിയാളെ കാരണം എനിക്ക് തോന്നുന്നു വണ്ടി ആയിരുന്നു പോയുള്ള സ്ട്രെയിറ്റ് റോഡ് നടന്നു. പെട്ടെന്നൊരു ടേണിങ്ങാ, ആശ ചവിട്ടി കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോഴേ. ഇതൊക്കെ എടുക്കണ വണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്രെയിലറാണ് ഗൈസ്, വിത്ത് ലോഡ്. എന്റെ മോനെ, ട്രെയിലറാണ് ഗൈസ്, ട്രെയിലർ സീന് കേട്ടോ. ലോഡൊക്കെ പറഞ്ഞു മുട്ടനൊരു ടേണാണേ, അല്ല ട്രെയിലർ ടേണാണ് വണ്ടി. അത് വരുന്നു സ്ട്രെയിറ്റ് റോഡാണ് ഗൈസ്, പെട്ടെന്നൊരു ടേണത്. ആള് ഇത്ര ഒരു 10-35 കിലോമീറ്റർ അല്ലെങ്കിൽ 10-20 കിലോമീറ്റർ സ്ട്രെയിറ്റ് ഒറ്റ സ്ട്രെച്ചാ. ആളിങ്ങനെ പിടിച്ചു പോകുന്നുണ്ടാവും ഒരു 45-50. ഇവിടെ എത്തിയപ്പോൾ വണ്ടി കഴിഞ്ഞ് പോയിണ്ടാവും. തിരൂര് ചെയ്യപ്പോ ട്രെയിലറല്ലേ. നമ്മളങ്ങനെ ഓടിച്ച് ഏകദേശം രാജസ്ഥാനിൽ കയറിയിട്ടോ. പിന്നെ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഗൈസ്. നമ്മുടെ പ്ലാൻ ജയ്സൽമീർ മാറ്റി ജോധ്പൂർ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ രാജസ്ഥാനിലെ ജയ്സൽമീർക്ക് ഹെഡ് ചെയ്യാനായിരുന്നു. ഞങ്ങളത് നൈസായിട്ടൊന്ന് പ്ലാൻ B ഇട്ടു. ജയ്സൽമീരിന് വരെ നമ്മൾ ജോധ്പൂർക്ക് ഹെഡ് ചെയ്യാന്ന് വിചാരിച്ചു. ജോധ്പൂരിലെ ബ്ലൂ സിറ്റി ഒക്കെ കാണാം, അങ്ങനെ ജോധ്പൂർക്ക് ഹെഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ജോധ്പൂർക്ക് ഹെഡ് ചെയ്യണ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. ഇന്ന് നമുക്ക് ടെൻ്റ് അടിക്കണം, ടെൻ്റ് സെറ്റ് ചെയ്യണം. രാജസ്ഥാൻ വലിയ ശല്യമില്ല. ഗുജറാത്ത് വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാനിൽ അത്രയും ചൂടില്ല ഗൈസ്. പറയുമ്പോൾ രാജസ്ഥാനിലാണ് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്, പക്ഷേ രാജസ്ഥാനിൽ നിലവിൽ ഇന്നത്തെ ഒരു ഡേ ഓക്കെയാണ്, രസമാണ്. പറയുമ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് വലിയ റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഞങ്ങൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഹോട്ടും വലിയ ശല്യമില്ലാത്ത ഹോട്ടാ. പക്ഷേ ഗുജറാത്തിൻ്റെ ചൂടാണ് മക്കളെ, ചൂട്. ഞാൻ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ ചൂട് ഗുജറാത്തിൽ സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കണ കാറ്റില്ലേ, അത് നമ്മൾക്ക് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ണിലേക്ക് അടിച്ചടിച്ചടിച്ചേ കണ്ണ് വരെ പഴുത്തത്, കണ്ണിൽ കുരു വരെ വന്നു. അമ്മാരി സീനായി, അമ്മാരി ചൂടായിരുന്നു. പക്ഷെ ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ പീസാ. കണ്ട ഹമ്പ് മനസ്സിലാവില്ല നമുക്ക്. കിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ ചെറിയൊരു ഓവർലോഡ് വരുമ്പോഴേക്കും സീനാക്കൂട്ട് RTO. ഇവിടുത്തെ ഓവർലോഡ് വരുന്ന നോക്കിയേ, പക്ഷെ എൻ്റെ മോനെ എന്തോ അതിനടിയിൽ പോയി തണലത്തിന് പോകാലോ. അമ്മാരി ഓവർലോഡ് സീനല്ലേ. നമ്മുടെ ഇടയ്ക്ക് അതൊക്കെ സീനല്ലേ RTO. ഇവിടെ നോക്കിയാ ഒന്നൊരു വിഷയമല്ല കേട്ടോ. സംഭവം അത് സേഫ് അല്ല അങ്ങനെ ഓടിക്കണതൊന്നും. ഇത്രയും ലോഡ് കയറ്റി പോകുന്നത് സേഫ് ഒന്നല്ല.
ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ല, പക്ഷെ എന്നാലും ഇവിടെ അങ്ങനത്തെ ചൊറകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ. എന്താ സീനല്ലേ. ഏതാ റോഡ് കിടപ്പ് നോക്കി, രണ്ട് സൈഡ് ഒരുമാതിരി ഒന്നുമില്ല, ഒരുമാതിരി മരുഭൂമി കണക്ക് കിടക്കണല്ലേ. എന്താ രണ്ട് സൈഡും മരുഭൂമി കണക്ക് കിടക്കണേ. എന്തല്ലേ. പിന്നെ രണ്ട് സൈഡിൽ ഫുള്ള് മാലാട്ടാ, മാലി. ഇവിടെ മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ കഞ്ചാവ് മരിജുവാന എന്നൊക്കെ പറയുന്ന സാധനം റോഡ് സൈഡിൽ നിറച്ച സാധനം. ഞാൻ എപ്പോഴെങ്കിലും ഇനി വണ്ടി നിർത്തുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെയൊക്കെ അപ്പോൾ ഇത് ഇന്ത്യയിൽ ശരിക്കും ഇത് ഇല്ലീഗലാകുമ്പോൾ എങ്ങനെ ഇത് റോഡ് സൈഡിലൊക്കെ ഇവിടെ വളരണേ അല്ലേ, എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അതിന് ഇവിടുത്തെ ആൾക്കാരും യൂസ് ചെയ്യാണ്ടിരിക്കുകയാണോ നമ്മുടെ ആൾക്കാർ മാത്രം, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടതൊന്നും. സംഭവം ഇന്ത്യയിൽ ഇല്ലീഗലാണ്, പക്ഷേ ഇവിടെ നിറച്ച് സാധനമാണ്. ഓ നല്ലൊരു ഹോട്ടലുണ്ട് ഹൈവേയിൽ. നമ്മളങ്ങനെ ജോധ്പൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ബ്ലൂ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഫുൾ തിരക്കെന്ന് പറഞ്ഞാൽ ഫുൾ തിരക്കാ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് വണ്ടി പോണേ. ഷീന ഇവിടെ വണ്ടി ഓടിക്കാൻ. ടെൻ്റ് അടിക്കാൻ സെറ്റപ്പ് നോക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അതിന് നമ്മൾ ഈ ഒരു സിറ്റി ഒന്ന് വിട്ടിട്ടേ നൈസായിട്ട് ഹൈവേ പോർഷൻ വല്ലതും പിടിക്കാൻ പറ്റും നോക്കാം. അതാകുമ്പോൾ നമുക്കും ടെൻ്റ് അടിക്കുമ്പോൾ ഒരു പ്രൈവസി എന്നല്ല, ഈ കലവല സീൻ ഉണ്ടാവില്ലല്ലോ, കൂളായിരിക്കും. സിറ്റിക്കകത്തൊക്കെ വല്ല പമ്പിലും ടെൻ്റ് അടിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. സമ്മതിച്ചാൽ തന്നെ ഫുള്ളൊരു മാതിരി കല ഒരു സമാധാനം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. നമുക്ക് ഔട്ടർ പിടിക്കാം, ദാറ്റ്സ് ബെറ്റർ. ഹൈവേയിൽ കയറിയിട്ടോ. നമ്മൾ പമ്പ് അന്വേഷിക്കാൻ പോണ്. ഹിന്ദി അറിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടോ. മേരെ ടെഡ് ഇതറസേലൊക്കെ പറഞ്ഞിട്ട് മറ്റേ സാധനങ്ങൾ ഇഷ്ടം. ഇവിടുത്തെ ഹിന്ദി വേറെ സീന, ടഫ് ഹിന്ദിയാണ് ഒരു സംസാരിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണെന്നൊന്നും മനസ്സിലാവണമെന്നില്ല ഗൈസ്. ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. മൊത്തത്തിൽ ഇവിടെ സീനാണ്. നിങ്ങൾ കണ്ടോ, കോമഡി ആയിരിക്കും ഇപ്പോൾ. നമുക്ക് ഈ ട്രക്ക് ബെലടിച്ചാലോ. നമ്മൾ പമ്പിലെ മാനേജറുടെ അടുത്ത് സംസാരിച്ചു കേട്ടോ. സംസാരിച്ച് നമ്മളിങ്ങനെ കേരള ടു കാശ്മീർ റൈഡാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരനെ പറഞ്ഞു, അതായത് ചെറിയ ഇംഗ്ലീഷും ചെറിയ ഹിന്ദിയൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരുടെ കാര്യം മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ അടിച്ചോ, നോ പ്രോബ്ലം, നിങ്ങളിവിടെ സ്റ്റേ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതായത് നമുക്ക് ഈ ഗാർഡനിലൊക്കെ അടിച്ചോളാൻ പറഞ്ഞു. തരാ എങ്ങനെയുണ്ട് സെറ്റപ്പ്? അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ വലിയ സീനില്ല, സേഫാണ്. ഓക്കെ, ആ പോർഷൻ ഓക്കെയാണ്, പക്ഷേ ആ പോർഷൻ സേഫ് അല്ല. ഹൈവേന്ന് നേരെ ഇങ്ങനെ വരുന്നവരണേ നോട്ട് മച്ച് സേഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പോൾ വലിയ സീനില്ല, സേഫ് ആയിരിക്കും. നമുക്ക് വണ്ടിയോട് ചേർന്ന് ഒരു പോർഷൻ അടിക്കാം. ഓക്കെ,
ടെൻറ്റ് നോക്കിയേ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തറയെ കിടക്കണതിൻ്റെ സീനൊന്നുമില്ല, നല്ല കട്ടിയുള്ള പോപ്പോൾ അതിനൊരു നല്ല കട്ടിക്ക് തന്നെ വീതിയുണ്ട്, അതുകൊണ്ട് കിടക്കാനൊന്നും ചൊറില്ല. പിന്നെ നല്ല കാറ്റും കയറും, നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ടെൻറ്റ് അടിപൊളിയായിരുന്നു, നല്ല മഴയൊക്കെ ഉള്ള കാരണം അത് സൈഡ് ഉറങ്ങാനൊക്കെ പറ്റി. ഇതായിട്ട് കുഞ്ചപ്പ ഓണായിട്ടില്ല. ടെൻറ്റിൻ്റെ പുറത്തത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. നല്ല മഴയൊക്കെയായിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെയായിരുന്നു, നല്ല രസമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. സെറ്റായിരുന്നു ടെൻറ്റ് വൈബ്. പിന്നെ പമ്പും സേഫ് ആയിട്ടുള്ള പമ്പാണ്. നേരെ നമ്മുടെ ടെൻറ്റിൻ്റെ നേരെ മുകളിലായിട്ട് 2 ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ടെൻഷനില്ലാണ്ട് സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഉറങ്ങാനൊക്കെ പറ്റി ഗൈസ്. ടെൻറ്റിൻ്റെ പുറത്തിറങ്ങാം. കുഞ്ചോ എനിക്ക് ചങ്കേ കുഞ്ചു എനിക്കണല്ലേ ഉള്ളോ. ഇതായിരിക്കണം ഗൈസ് നമ്മളെ വണ്ടി. കണ്ടോ അതാണ് ക്യാമറ എന്ന് പറഞ്ഞേ. ക്യാമറയൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കിനി ടെൻറ്റ് ഒതുക്കുക ഗൈസ്. ടെൻറ്റ് ഒതുക്കിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളങ്ങനെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഹെഡ് ചെയ്യാൻ പോണത് നേരെ ഡൽഹിക്കാണ്. ഓക്കെ, പിന്നെ അടുത്ത് വരാൻ പോണ വീഡിയോസ് ഡൽഹി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 460-500 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഡൽഹിക്ക്.
സിംഗിൾ സ്ട്രെച്ച് ഒരേ പെട്ടോ നേരെ ഡൽഹി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ബാക്കി അടുത്ത വീഡിയോസിൽ കാണാം. ബൈസ് കുഞ്ചു ഒക്കെ ബിസ്ക്കറ്റ് കടിയിൽ നടന്നു. അപ്പോൾ ഓക്കെ ബൈ.